പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അവിടുന്ന് എന്നെ കടന്നു പോകുന്നു, ഞാൻ അവിടുത്തെ കാണുന്നില്ല. ഹല്ലേലൂയ. ജോബിൻ്റെ പുസ്തകത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഇന്ന് 7-ാം ദിവസമാണ്. ജോബിൻ്റെ കുടുംബജീവിതം സാത്താന് ദൈവമായ കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവൻ ഓരോ ഭാഗങ്ങളും നശിപ്പിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ജോബിൻ്റെ പരാതികളാണ് എല്ലാ ദിവസവും. ഓരോ ദിവസവും ജോബിൻ്റെ വേദനകളാണ്. അവനെ തന്നെ കുറ്റപ്പെടുത്തുന്നു, അവൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു, അവൻ ദൈവത്തെ കുറ്റപ്പെടുത്തുന്നു. അങ്ങനെ ജോബ് വളരെ വേദനയിലൂടെ കടന്നു പോകുന്ന ഒരു ജീവിതം. ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്ന വചനം ജോബിൻ്റെ പുസ്തകം 9-ാം അധ്യായം 11 മുതൽ 30 വരെയുള്ള തിരുവചനമാണ് ധ്യാനിക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അപ്പം അതിന് ശ്രവിക്കാം. ജോബിൻ്റെ പുസ്തകം 9-ാം അധ്യായം 11-ാം വാക്യം. അവിടുന്ന് എന്നെ കടന്നു പോകുന്നു, ഞാൻ അവിടുത്തെ കാണുന്നില്ല. അവിടുന്ന് എന്നെ കടന്നു പോകുന്നു, ഞാൻ അവിടുത്തെ കാണുന്നില്ല. ജോബ് പറയുന്നു. ഇന്ന് സംസാരിക്കുന്നത് മുഴുവനും ജോബ് കർത്താവിനോടാണ്. കർത്താവ് അവൻ്റെ മുൻപിലൂടെ കടന്നു പോകുന്നു, അവൻ അത് കാണുന്നില്ല. അവനറിയാം, ദൈവമായ കർത്താവ് എൻ്റെ മുൻപിലൂടെ കടന്നു പോകുന്നുണ്ട്, പക്ഷേ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആര് തന്നെ ആയാലും, ഇത്ര പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിലും യേശുനാഥൻ നമ്മുടെ കൺമുമ്പിലൂടെ കടന്നു പോകുന്നുണ്ട്, പക്ഷേ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതാണ് ആ മഗ്ദലന മറിയം യേശുനാഥൻ മരിച്ചടക്കപ്പെട്ട് 3-ാം ദിവസം രാവിലെ വെളുപ്പിന് മഗ്ദലന മറിയം ശവകുഴിയിലേക്ക് വന്നപ്പോൾ കല്ലറ തുറക്കപ്പെട്ടിരിക്കുന്നതും യേശുവിൻ്റെ ശരീരം ആ കല്ലറയിൽ കാണാതെ വന്നപ്പോൾ അവൾ കരയാൻ തുടങ്ങി. ഉടനെ ഒരു തോട്ടക്കാരനാണെന്ന് കരുതി അവൾ ചോദിക്കുകയാണ്, പ്രഭു, അങ്ങ് എൻ്റെ കർത്താവിൻ്റെ ശരീരം എടുത്തു പോയിട്ടുണ്ടെങ്കിൽ എവിടെ വെച്ചിരിക്കുമെന്ന് എനിക്ക് കാണിച്ചു തരിക, ഞാൻ പോയി എടുത്തുകൊള്ളാം. യേശുനാഥനോടാണ് അവൾ ചോദിക്കുന്നത്. പക്ഷെ അവൾ കാണുന്നത് ഒരു തോട്ടക്കാരനായിട്ടാണ്. ഇത് തന്നെയാണ് നമ്മുടെയും ജീവിതം. യേശുനാഥൻ വരുന്നു പോകുന്നു, നമുക്ക് കാണാൻ പറ്റുന്നില്ല. അവൻ തന്നെ നമ്മുടെ കണ്ണുകളെ തുറന്നെങ്കിൽ മാത്രമേ യേശുനാഥനെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. 1. 2. യേശുവിനെ കാണാനുള്ള ദാഹം നമ്മുടെ ഹൃദയത്തിലും ആത്മാവിലും കത്തിജ്വലിക്കണം. എങ്കിൽ മാത്രമേ ജീവിക്കുന്ന പുത്രനായ യേശുനാഥനെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. അവൻ തന്നെ നമ്മുടെ കണ്ണുകളെ തുറക്കണം. അനുസരിക്കാം. ഞാൻ അവിടുത്തെ അറിയുന്നില്ല. അടുത്തത് എന്താണ് ജോബ് പറയണത്? അവിടുന്ന് എന്നിലൂടെ കടന്നു പോകുന്നു, ഞാൻ അവിടുത്തെ കാണുന്നില്ല. അവിടുന്ന് നടന്നു നീങ്ങുന്നു, ഞാൻ അവിടുത്തെ അറിയുന്നില്ല. ഇത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം. അവൻ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നു, നീങ്ങിപ്പോകുന്നു, പക്ഷെ നമ്മൾ കാണുന്നില്ല. കാരണം യേശുനാഥൻ തന്നെ നമ്മുടെ കണ്ണുകളെയും ഹൃദയത്തെയും ജ്വലിപ്പിക്കണം. എങ്കിൽ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. അതാണ് ദമാസ്കിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഗതി. ഹല്ലേലൂയ. 12-ാം വാക്യം. അവിടെ നിന്ന് പിടിച്ചെടുക്കുന്ന ഒന്നും തടയാൻ ആർക്കും കഴിയില്ല. അവിടെ നിന്ന് പിടിച്ചെടുക്കുന്നത് ഒന്നും തന്നെ തടയാൻ ആർക്കും കഴിയില്ല. അവിടെ നിന്ന് എന്ത് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും അത് തടയാനോ നിർത്തലാക്കാനോ ഒരു മനുഷ്യനും ഈ ലോകത്തിൽ സാധിക്കില്ല. കാരണം ദൈവമായ കർത്താവ് അവൻ ദൈവമാണ്.
പൂർണ്ണ ദൈവമാണ്. ഹല്ലേലൂയ. എന്താണ് ഈ ചെയ്യുന്നത് എന്ന് ആർക്കും ചോദിക്കാനും കഴിയില്ല. എന്താണ് ഇങ്ങനെ ചെയ്തതെന്ന് ആർക്കും ചോദിക്കാൻ പോലും കഴിയുകയില്ല. കാരണം എല്ലാം യേശുനാഥൻ്റെ കരങ്ങളിലാണ്. ഒരു മനുഷ്യൻ്റെ പൂർണ്ണ ജീവിതം മുഴുവനും നിറവേറുന്നത് യേശുനാഥൻ്റെ കരങ്ങളിലൂടെ, യേശുനാഥൻ്റെ നോട്ടത്തിലൂടെയാണ്, യേശുനാഥൻ്റെ വിശ്വസ്തതയിലൂടെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അത് മനുഷ്യൻ അറിയുന്നില്ല. ദൈവം തൻ്റെ കോപത്തെ പിൻവലിക്കുകയില്ലേ? ജോബ് ചോദിക്കുക 13-ാം വാക്യം. ദൈവം തൻ്റെ കോപത്തെ പിൻവലിക്കുകയില്ലേ? എൻ്റെ കോപത്തെ, അവന് കോപം വന്നപ്പോൾ അവൻ ഓരോന്ന് പറയും. അപ്പം അതുകൊണ്ട് അത് പിൻവലിക്കുകയില്ലേ എന്ന് ജോബിനെ തന്നെ കുറ്റപ്പെടുത്തുകയും. ഹല്ലേലൂയ. റഹാബിൻ്റെ സഹായകർ അവിടുത്തെ മുമ്പിൽ കുമ്പിടുന്നു. അപ്പോൾ അവിടത്തോട് ഉത്തരം പറയാൻ കുമ്പിടുമ്പോൾ അവിടത്തോട് ഉത്തരം പറയാൻ എനിക്ക് എങ്ങനെ വാക്ക് കിട്ടും? അവിടത്തോട് കുമ്പിട്ട് ആരാധിക്കുമ്പോൾ, കുമ്പിട്ട് നമസ്കരിക്കുമ്പോൾ അവിടത്തേക്ക് ഉത്തരം പറയാൻ എങ്ങനെ എനിക്ക് വാക്കുകൾ കിട്ടും? ഞാൻ നീതിമാനായിരുന്നാലും അവിടത്തോട് മറുപടി പറയാൻ എനിക്ക് കഴിയുകയില്ല. ഞാൻ നീതിമാനും നിഷ്കളങ്കനും കാരുണ്യവാനാണെങ്കിലും അവിടത്തോട് ഉത്തരം പറയാൻ എനിക്ക് സാധിക്കുകയില്ല, കഴിയുകയില്ല. ജോബ് പറയുന്നു, എന്നെ കുറ്റം വിധിക്കുന്ന അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി ഞാൻ യാചിക്കണം. എന്നെ കുറ്റം വിധിക്കുന്ന അവിടുത്തെ. ജോബിനെ കുറ്റം വിധിക്കുന്നുണ്ട് കർത്താവ്? ഒരിക്കലും ജോബിനെ കുറ്റം വിധിക്കുന്നില്ല. അവൻ നല്ലവനാണെന്നാണ് യേശുനാഥൻ പറയുന്നത്. പക്ഷേ ജോബിൻ്റെ സംശയം, ജോബിൻ്റെ ആ ശരീരത്തിലെ മുറിവുകളും വേദനകളും കഷ്ടപ്പാടുകളും നാശനഷ്ടങ്ങളൊക്കെ കണ്ടപ്പോൾ, കർത്താവേ നീ എന്നെ കൈവിട്ടു പോയോ എന്നുള്ള ചിന്തയും വേദനയും കൊണ്ട് അവൻ യാചിക്കുകയാണ്. ഞാൻ വിളിച്ചപേക്ഷിച്ചിട്ടും അവിടുന്ന് ഉത്തരം അരുളുന്നില്ല. ജോബ് പറയുന്നു 16-ാം വാക്യം. ഞാൻ വിളിച്ചപേക്ഷിച്ചിട്ട് അവിടുന്ന് ഉത്തരം അരുളിയാലും ഒരു ഉത്തരം പോലും അങ്ങ് പറയുന്നില്ലല്ലോ എന്നുള്ള ജോബിൻ്റെ വേദനകൾ കർത്താവിൻ്റെ മുമ്പിൽ ഇന്ന് നിരത്തി വയ്ക്കുകയാണ്. അവിടുന്ന് എൻ്റെ ശബ്ദം ശ്രവിക്കുകയില്ലായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയില്ല. അവിടുത്തെ എൻ്റെ ശബ്ദം ശ്രവിക്കുകയായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുകയില്ല. അവൻ്റെ ശബ്ദം കേട്ട് ഉത്തരമരുളേണ്ട ദൈവമായ കർത്താവ് ശ്രവിക്കുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തെന്നാൽ കൊടുങ്കാറ്റയച്ച് അവിടുന്ന് എന്നെ തകർക്കുന്നു. 17-ാം വാക്യം. എന്തെന്നാൽ കൊടുങ്കാറ്റയച്ച് അവിടുന്ന് എന്നെ തകർക്കുന്നു. ഈ കൊടുങ്കാറ്റ് എപ്പോഴാണ് വന്നത്? ജോബിൻ്റെ 10 മക്കൾ അവൻ്റെ സഹോദരൻ്റെ വീട്ടിൽ വിരുന്ന് കഴിക്കുമ്പോൾ മരുഭൂമിയിലൂടെ വന്ന കൊടുങ്കാറ്റ് അവൻ്റെ ഭവനത്തിന് ചുറ്റും അടിച്ച് ആ കെട്ടിടം തകർന്ന് മക്കളെല്ലാം മരിച്ചു. അത് അവൻ്റെ ഓർമ്മയിൽ വന്നിട്ട് അവൻ പറയുന്നു, എന്തെന്നാൽ കൊടുങ്കാറ്റയച്ച് അവിടുന്ന് എന്നെ തകർക്കുന്നു. ആ കാരണമായി എൻ്റെ മുറിവുകൾ വർദ്ധിക്കുന്നു. ആ ഒരു കാരണം കൊണ്ട് എൻ്റെ മക്കളൊക്കെ നശിച്ചു പോയി. വീണ്ടും എൻ്റെ മുറിവുകൾ വർദ്ധിക്കുന്നു. വീണ്ടും അവൻ്റെ ശരീരം പഴുത്ത് പൊട്ടിയൊലിക്കുന്നു. വേദന കൊണ്ട് ജോബ് കർത്താവിൻ്റെ മുമ്പിൽ പരാതിപ്പെടുന്നു. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നമ്മൾ കണ്ട് കുറ്റം പറയുന്നു. ഇന്ന് അവൻ യാചിക്കുകയാണ് കർത്താവിനോട്. ഹല്ലേലൂയ.
ശാസിക്കാൻ പോലും അവിടുന്ന് എന്നെ അനുവദിക്കുന്നില്ല. ശാസിക്കാൻ പോലും എന്നെ അവിടുന്ന് അനുവദിക്കുന്നില്ല. കാരണം അവന് സംസാരിക്കാൻ പറ്റില്ല. വ്രണം കൊണ്ട് ഭക്ഷണം കഴിക്കുന്നതും സംസാരിക്കുന്നതൊക്കെ വളരെ ചുരുക്കം. കാരണം ചുണ്ടുമൊക്കെ വ്രണം കൊണ്ട് മുറിവേറ്റിരിക്കും. ഹൃദയത്തിൽ നിന്നും വരുന്ന പ്രാർത്ഥനകളാണ് ഇന്ന് ജോബ് ഇവിടെ പറയുന്നത്. എന്നെ അനുവദിക്കുന്നില്ല. അവിടുന്ന് എന്നെ അറിയുന്നു. അവിടുന്ന് എന്നെ നിറയ്ക്കുന്നു. ഇതൊരു ബലപരീക്ഷണമാണെങ്കിൽ അവിടുന്ന് തന്നെ വിജയിക്കും. അവിടുന്ന് എന്നെ നിറയ്ക്കുന്നു. ഇതൊരു ബലപരീക്ഷണമാണെങ്കിൽ അവിടുന്ന് തന്നെ വിജയിക്കും. ഇത് നീതിയുടെ കാര്യമാണെങ്കിൽ എൻ്റെ ന്യായവാദം കേൾക്കാൻ ആർ അവിടുത്തെ വിളിച്ചു വരുത്തി? എൻ്റെ ന്യായവാദം കേൾക്കാൻ അവിടുത്തെ വിളിച്ചു വരുത്തി. ഞാൻ നിഷ്കളങ്കനായിരുന്നാലും എൻ്റെ വാ തന്നെ എന്നെ കുറ്റം വിധിക്കുന്നു. യോബ് തന്നെ പറയുന്നു, ഞാൻ നിഷ്കളങ്കനായിരുന്നാലും പാപമായിരുന്നാലും എൻ്റെ വാ തന്നെ എന്നെ കുറ്റം വിധിക്കും. ഞാൻ കുറ്റമേറ്റവനാണെങ്കിലും അവിടുന്ന് എന്നെ കുറ്റക്കാരനായി തെളിയിക്കും. ജോബ് പറയുന്ന കർത്താവിനോട്, ഞാൻ കുറ്റമേറ്റവനാണെങ്കിലും അവിടുന്ന് എന്നെ കുറ്റക്കാരനായി തെളിയിക്കും. ജോബിൻ്റെ സംശയം, കർത്താവ് ഒരിക്കലും ജോബിനെ കുറ്റക്കാരനാക്കി വിധിക്കുക ഒന്നും യേശുനാഥൻ പറയുന്നില്ല. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, സാധാരണമായൊരു പോരാട്ടം ജോബുമായി കർത്താവിൻ്റെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ജോബ് അറിയുന്നുമില്ല. ഹല്ലേലൂയ. 21-ാം വാക്യം, ഞാൻ നിഷ്കളങ്കനാണ്, ഞാൻ എന്നെ തന്നെ പരിഗണിക്കുന്നില്ല. ജോബ് പറയുന്നു, ഞാൻ നിഷ്കളങ്കനാണ്, ഞാൻ എന്നെ തന്നെ പരിഗണിക്കുന്നില്ല. എന്നെ തന്നെ ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നെ തന്നെ ഞാൻ വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഞാൻ കർത്താവേ നിൻ്റെ മുമ്പിൽ യാചിക്കുകയാണ്, രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന്. പക്ഷേ സാധാരണമായുള്ളൊരു യുദ്ധം പൂർണ്ണമാകാൻ കർത്താവ് കാത്തിരിക്കുകയാണ്. ഞാൻ എൻ്റെ ജീവനെ വെറുക്കുന്നു. 21-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ എൻ്റെ ജീവനെ വെറുക്കുന്നു. ജോബ് പറയുന്നു, ഞാൻ എൻ്റെ ജീവനെ തന്നെ ഞാൻ വെറുക്കുന്നു. അത്രയേറെ മടുത്തു. അത് ആര് തന്നെ ആയാലും, ഒരു കിടപ്പ് രോഗി എഴുന്നേക്കാൻ പറ്റാണ്ട് കട്ടിലിൽ തന്നെ കിടക്കുമ്പോൾ ഈ വാക്ക് ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നും ഉയരാൻ തുടങ്ങും. ഞാൻ എന്നെ തന്നെ എൻ്റെ ശരീരത്തോട് ഞാൻ വെറുക്കുന്നു. ചില രോഗപീഠകൾ മനുഷ്യൻ്റെ ശരീരത്തിൽ വന്നു കഴിയുമ്പോൾ മരുന്നെല്ലാം കഴിച്ചിട്ടും മാറാതെ വരുമ്പോൾ അവനെ തന്നെ വെറുക്കാൻ തുടങ്ങും. അതാണ് ഇപ്പോൾ ജോബ് പറഞ്ഞത്. എല്ലാം ഒന്നുപോലെയാണ്, അതിനാൽ ഞാൻ പറയുന്നു. എല്ലാം ഒന്നുപോലെയാണ്, അതിനാൽ ഞാൻ പറയുന്നു. അവിടുന്ന് നിഷ്കളങ്കനെയും ദുഷ്ടനെയും ഒന്നുപോലെ നശിപ്പിക്കുന്നു. ഒന്നുപോലെ നശിപ്പിക്കുന്നു. ദുഷ്ടനെയും നിഷ്കളങ്കനെയും ഒന്നുപോലെ നശിപ്പിക്കുന്നു. യേശുനാഥൻ അങ്ങനെയാണോ ചെയ്യുന്നത്? അല്ല. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ തകർച്ച വരുമ്പോൾ, രോഗം വരുമ്പോൾ, കടബാധിത വരുമ്പോൾ, കുറ്റക്കാരനായി എല്ലാവരും വിധിച്ച് തന്നെ തന്നെ ദുഷിച്ച് പറയുമ്പോൾ ആ വ്യക്തി പറയും, നിഷ്കളങ്കനായും ദുഷ്ടനെയും ഒന്നുപോലെ നശിപ്പിക്കുന്നു. അനർത്ഥം അപ്രതീക്ഷിതമായി മരണത്തിന് കാരണമാകുമ്പോൾ, എല്ലാ അനർത്ഥങ്ങളും അപ്രതീക്ഷിതമായി മരണത്തിന് കാരണമാകുമ്പോൾ അവൻ ഇതെല്ലാം ഓർക്കേണ്ടി വരും. ഹല്ലേലൂയ. അവിടുന്ന് നീതിമാനുണ്ടായി വിപത്ത് പരിഹസിച്ച് ചരിക്കുന്നു.
ഭൂമി ദുഷ്ടൻ്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, പരിഹസിച്ച് ചിരിക്കുന്നു. ഹല്ലേലൂയ. അവിടുന്ന് നീതിമാനായ ഉണ്ടായി വിപത്തിൽ പരിഹസിച്ച് ചിരിക്കുന്നു. ഒരു വ്യക്തി അടിപൊളിയായിട്ടൊക്കെ ജീവിച്ച് പെട്ടെന്ന് ഇതുപോലെ രോഗപീഠകളൊക്കെ വന്ന് തളർന്നു കിടക്കുമ്പോൾ അയൽവാസിയിലാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും പരിഹസിച്ച് ചിരിക്കാൻ തുടങ്ങും. അതാണ് മനുഷ്യൻ്റെ സ്നേഹം. അതാണ് ജോബ് പറയുന്നത്, പരിഹസിച്ച് ചിരിക്കുന്നു. ഭൂമി ദുഷ്ടൻ്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഭൂമി ദുഷ്ടൻ ആരാണ്? പിശാചിൻ്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവനെന്ത് ചെയ്യും? അവന് തോന്നിയതൊക്കെ അവന് ചെയ്യും. കർത്താവ് ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രമേ സാത്താനായാലും ആരാണേലും അത് അവന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ന്യായാധിപന്മാരുടെ മുഖം അവിടുന്ന് മൂടിക്കളയുന്നു. നിഷ്കളങ്കരും ന്യായാധിപന്മാരുടെ സത്യസന്ധതയുടെ മുഖം അവിടുന്ന് മൂടിക്കളയുന്നു. യോബ് പറയുന്നു. ഹല്ലേലൂയ. അവിടുന്ന് ഇല്ലെങ്കിൽ മറ്റാരാണ് ഇത് ചെയ്തത്? അവിടുന്നല്ലെങ്കിൽ മറ്റാരാണ് ഇത് ചെയ്തത്? എൻ്റെ കുടുംബജീവിതത്തിലെ മക്കളുടെ നാശനഷ്ടം, സമ്പത്തിൻ്റെ നാശനഷ്ടം, രോഗത്തിൻ്റെ പീഡകൾ, ഇതെല്ലാം എനിക്ക് വരാനുള്ള കാരണം മറ്റാരാണ് ഇതെന്ന് ജോബ് ചോദിക്കുന്നു. കർത്താവിനോട് തന്നെ അവൻ കുറ്റം പറയണം അവരുടെ ശരീരത്തെപ്പറ്റി. എൻ്റെ ദിനങ്ങൾ ഓട്ടക്കാരനേക്കാൾ വേഗത്തിൽ പായുന്നു. എൻ്റെ ദിവസങ്ങൾ ഓട്ടക്കാരനേക്കാൾ വേഗത്തിൽ പായുന്നു. അവ പറന്നു പോകുന്നു, ഒരു നന്മയും കാണുന്നില്ല. അവ കാറ്റിനെ കൊടുങ്കാറ്റ് പോലെ പറന്നു പോകുന്നു, പക്ഷേ ഒരു നന്മയും അവൻ കാണുന്നില്ല. ഹല്ലേലൂയ. ഈറ്റ കൊണ്ടുള്ള ഓടിവള്ളം പോലെയും ഇരയെ റാഞ്ചാവുന്ന കഴുകനെ പോലെയും അവ കടന്നു പോകുന്നു. ഈറ്റ കൊണ്ടുള്ള ഓടിവള്ളം പോലെയും ഇരയെ റാഞ്ചുന്ന കഴുകനെ പോലെയും അവ കടന്നു പോകുന്നു. കഴുകൻ്റെ പ്രത്യേകത എന്താണ്? അവൻ ഇരയെ തേടും. അവന് വേറെ ഒന്നുമല്ല. എത്ര ഉയരത്തിൽ പറന്നാലും കടുകുമണിയോളം ഭൂമിയിൽ ജീവിക്കുന്ന ഏത് പക്ഷികളെയും മൃഗത്തെയും കണ്ടാൽ അവനത് റാഞ്ചിക്കളയും. കഴുകൻ്റെ പ്രത്യേകത അതാണ്. എന്നറിയ പരാതി മറന്ന് വിഷഭാവം അകറ്റി പ്രസന്നയുടെ ഇരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞാൽ, പരാതി മറന്ന് വിഷാദഭാവം അകറ്റി പ്രസന്നതയോടെ ഇരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞാൽ, എല്ലാ വിഷമങ്ങളും സമർപ്പിച്ച് നിഷ്കളങ്കനായി ജീവിക്കണമെന്ന് ജോബിൻ്റെ ആഗ്രഹം ഇവിടെ നിറവേറാൻ ജോബ് ആഗ്രഹിക്കുകയാണ്. 28-ാം വാക്യം. അങ്ങനെ നിർദ്ദോഷനായി എണ്ണുകയില്ലെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ എൻ്റെ എല്ലാ ദുരിതങ്ങളെയും ഭയപ്പെടുന്നു. ജോബ് പറയുന്ന എല്ലാ ദുരിതങ്ങളും, എൻ്റെ കഷ്ടപ്പാടുകളും വേദനകളും രോഗങ്ങളും ഞാൻ എന്നെ തന്നെ ഭയപ്പെടുന്നു. എത്ര നാൾ ഇങ്ങനെ ഉണ്ടാകുമെന്നൊക്കെ ജോബിൻ്റെ വേദനയാണ് ഇന്ന് കർത്താവിനോട് പങ്കുവയ്ക്കുന്നത്. 29-ാം വാക്യം. ഞാൻ കുറ്റക്കാരനായി വിധിക്കപ്പെടും, പിന്നെ എന്തിന് ഞാൻ നിഷ്ഫലമായി? ഞാൻ കുറ്റക്കാരനായി വിധിക്കപ്പെടും. ജോബ് പറയുക, ഞാനൊരു കുറ്റക്കാരനായി വിധിക്കപ്പെട്ടാലും ഞാൻ എന്തിനിങ്ങനെ ജീവിക്കണമെന്നൊക്കെ ജോബിൻ്റെ നിഷ്കളങ്കമായ സംസാരം കർത്താവിനോട്. 30-ാം വാക്യം. ഞാൻ മഞ്ഞുകട്ട എന്നെ കഴുകിയാലും, ഞാൻ മഞ്ഞുകൊണ്ട് എന്നെ കഴുകിയാലും. ജോബിന് കുളിക്കാനോ തുടയ്ക്കാനോ ഒന്നും പറ്റില്ല. എന്താണ്? ശരീരം മുഴുവനും വ്രണം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ
ജോബ് പറയുന്നു, ഞാൻ മഞ്ഞ് കൊണ്ട് എന്നെ കഴുകിയാലും മഞ്ഞ് കൊണ്ടെങ്കിലും എന്നെ കഴുകണമേ എന്ന് അവസാനമായി വേദനിച്ചിരിക്കുന്ന ജോബ് കർത്താവിനോട് പറയുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം മുതൽ 9-ാം അധ്യായം വരെ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും ഈ വചനം വഴി അനുഗ്രഹിക്കണമെന്നും കുടുംബത്തിൽ നിന്നും സാത്താൻ്റെ കുടില തന്ത്രങ്ങളെല്ലാം കത്തിച്ചാരമായി പണയുന്നു പിതാവായ ദൈവമേ, പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ കേൾക്കുന്ന വചനം കേൾക്കുന്ന എല്ലാ മകനെയും സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥം ഓരോ കുടുംബങ്ങളിലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ സുസ്തി. കർത്താവ് ഞങ്ങളോട് കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴുള്ള സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.